പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, 2-3 പേർ ഒരുമിച്ച് ചേരുന്നിടത്ത് അവിടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളിച്ചത് ദൈവമേ, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും എന്നരുളിച്ചത് കർത്താവേ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളിതാ ഒന്നിയേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ ദിവ്യസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ നിറയ്ക്കണമേ. അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അങ്ങ് വലയം ചെയ്യണമേ. അവിടുത്തെ അഭിഷേക അഗ്നി കൊണ്ട് ഞങ്ങളെ കർത്താവെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ജ്ഞാനവും അറിവും വിവേകവും വിജ്ഞാനവും ദൈവമായ കർത്താവെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് എല്ലാം സമർത്ഥമായി ചൊരിയണമേ. കർത്താവെ, ഞങ്ങളുടെ വഴികൾ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ദീപ്തമാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ പാദങ്ങൾക്ക് നിൻ്റെ വചനം വെളിച്ചമാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നിൻ്റെ വചനം അഭിഷേക അഗ്നിയാകട്ടെ. ദൈവമേ, അവിടുത്തെ ദിവ്യവചനം ഞങ്ങൾക്ക് അമൃതായി ഭവിക്കട്ടെ. കർത്താവെ, ആ ദിവ്യവചനത്തിൻ്റെ ശക്തി കൊണ്ട് പുതുജീവൻ പ്രാപിക്കുവാൻ, പുത്തൻ ഉണർവ് പ്രാപിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും ഇടവകകളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, നിനക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 12 തിരുവചനം 13 മുതൽ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാവിക്കുന്നവനുമായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമർത്ഥമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഹോഷാ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ദൈവമായ കർത്താവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ പ്രിയ മാതാപിതാക്കളെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, സ്നേഹമുള്ള യുവതി യുവാക്കളെ, 2010 വേൾഡ് കപ്പ് അത് ആകാംക്ഷപൂർവം ആളുകൾ കണ്ടുകൊണ്ടിരുന്നു. അർജന്റീനയും ജർമ്മനിയുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന ഒരു ഗോൾ പോലും അടിക്കാതെ, പ്രത്യേകിച്ച് അതിൽ ഗോൾ അടിക്കുമെന്നും സമർത്ഥമായി കളിക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ പോലും കാര്യമായി ഒരു കുലുക്കവും അനക്കവും ഒന്നും തട്ടാതെ നീങ്ങുന്നത് കണ്ടപ്പോൾ ആ കളിയുടെ അവസാനം പറഞ്ഞ കമൻറ്റുകൾ നാട്ടിലും വീട്ടിലും നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പറഞ്ഞ കമൻറ്റുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിൽ പത്രത്തിൽ വന്ന ഒരു വാക്ക് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. മനക്കോട്ടകൾ മണ്ണാങ്കട്ട പോലെയായി. മെസ്സി അടക്കമുള്ളവർ എന്തെങ്കിലുമൊക്കെ അവസാന നിമിഷത്തിലെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ തകർന്നു പോയ ഒരു ടീമിനെ കുറിച്ച് പത്രത്തിൻ്റെ മുൻ പേജിൽ എഴുതിയ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് മനക്കോട്ടകൾ മണ്ണാങ്കട്ടയായി. തുടർന്നുള്ള ദിവസങ്ങളിലും ആ ടീമിൻ്റെ ആരാധകർ അവർക്ക് കുഴിമാടം തീർത്ത് ആ കുഴിമാടത്തിൻ്റെ പുറത്ത് വിലാപഗാനങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്തതും ഒക്കെ പത്രത്തിലുണ്ടായിരുന്നു. മനക്കോട്ടകൾ മണ്ണാങ്കട്ടയായി. ഇന്നത്തെ ഈ സുവിശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ പറയുന്ന സ്വരവും അതല്ലേ? ധനികനായ മനുഷ്യൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ധാരാളം കൃഷി വസ്തുക്കൾ ഉണ്ടായി, ധാരാളം സമ്പത്തുണ്ടായി.
ഇനി എന്ത്, ഇനി എങ്ങനെ എന്നൊക്കെ വിചാരിച്ച് അത് സൂക്ഷിക്കുവാനുള്ള അറപ്പുരകൾ, ശേഖരിച്ചു വയ്ക്കുവാനുള്ള പദ്ധതികൾ, ഇങ്ങനെയെല്ലാം സുന്ദരമായിട്ട് നെയ്ത് ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയുമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് അയാളുടെ കാതുകളിൽ ആരോ മന്ത്രിക്കുന്ന സ്വരം, ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ, നിന്റെ ശ്വാസം നിന്നു പോയാൽ, നിന്റെ ജീവൻ അസ്തമിച്ചു പോയാൽ, മനുഷ്യ, നീ ശേഖരിച്ചു വെച്ചതൊക്കെ ആരുടേതാകും? നീ കരുതി വെച്ചതെല്ലാം എന്ത് പ്രയോജനം കിട്ടും എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ശക്തിമത്തായ വിധത്തിൽ ആ മനുഷ്യനെ കുലുക്കുന്ന ഒരു സ്വരം, ദൈവസ്വരം. മനക്കോട്ടകൾ മണ്ണാങ്കട്ടയായി പോകുന്നൊരു നിമിഷം. അതിനുശേഷം അങ്ങനെ മണ്ണാങ്കട്ടയായി പോകുന്ന ജീവിതമല്ല മനുഷ്യ ജീവിതം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി, ഒരു കളിക്കളത്തിൽ അവസാനിക്കുന്നതല്ല ഈ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, അഥവാ ആയിരിക്കരുതെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഈശോ മിശിഹ പറയുന്ന സംഭവമാണ് ഈ ഭോഷനായ ധനികന്റെ കഥ. അതിനുശേഷം യേശു പറയുകയാണ്, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. അതിനുശേഷം ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ കർത്താവ് പറയുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. അതിതാണ്, സമ്പന്നരെ സമ്പന്നരെ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് പറയും. എന്താണ് പറയുന്നത്? സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് അതിനുമാത്രം ദുരന്തമാണോ ദുഃഖമാണോ? അല്ല, മനക്കോട്ടകൾ മണ്ണാങ്കട്ടയായി പോകുമെന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേൾഡ് കപ്പിൽ ഉയർന്ന ഒരു സ്വരം അതാണ്, അഥവാ കണ്ടതാണ്. ഏത് കൊട്ടാരവും തകരും, ഏത് സങ്കല്പങ്ങളും, ലോകത്തിൻ്റെതായ സങ്കല്പങ്ങളും തകർന്നു പോകാം, ഏത് രാജാവും പൊടിയായിത്തീരാം. അതല്ലേ വാസ്തവത്തിൽ ഞാൻ ഓർക്കുക, വേൾഡ് കപ്പിൽ എല്ലാ മാധ്യമങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല, ചില മാധ്യമങ്ങളെങ്കിലുമൊക്കെ അർജന്റീനയുടെ ടീമിൻ്റെ ക്യാപ്റ്റനല്ലല്ലോ, വലിയ വ്യക്തിയെ, മെസ്സിയെ എന്താ ചെയ്തത്? മെസ്സയ എന്ന് പോലും പറഞ്ഞു വെച്ചു. അതായത് കർത്താവിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രക്ഷകൻ. പക്ഷേ രക്ഷകൻ ഒരു ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. പ്രിയ യുവതി യുവാക്കളെ, ഈ ലോകത്തിൻ്റെ മാത്രം സ്വപ്നങ്ങളിൽ പോകുന്ന ജീവിതങ്ങളിലും ഇന്നല്ലെങ്കിൽ നാളെ സൗത്ത് ആഫ്രിക്കയിലെ വേൾഡ് കപ്പിൽ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, ദൈവസന്നിധിയിൽ സമ്പന്നനാവുക. ലോകത്ത് സമ്പന്നനാകണ്ട എന്നർത്ഥമില്ല, കളിക്കളത്തിൽ ഇറങ്ങണ്ട എന്നും കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴും, കൃഷിയിടങ്ങളിൽ ഇറങ്ങുമ്പോഴും, ജോലിസ്ഥലങ്ങളിൽ കയറുമ്പോഴും ഒക്കെ നമ്മെ നയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും, ഈ ലോകത്തിൻ്റെ സ്വപ്നങ്ങളും, ഈ ലോകത്തിൻ്റെ മനക്കോട്ടകളും എല്ലാം തകർന്നു പോകും. അതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ജീവിതം. അതാണ് നിലനിൽക്കുന്ന ജീവിതം. അതാണ് ഐശ്വര്യപൂർണമായ ജീവിതം. അതാണ് അനുഗ്രഹപൂർണമായ ജീവിതം. അതിന് ദൈവസന്നിധിയിൽ സമ്പന്നനാവുക. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, ഇവിടെ ഞാൻ ഓർക്കുക, നമ്മുടെ കർത്താവിൻ്റെ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാളിത്യ ജീവിതത്തിൻ്റെ, ദാരിദ്ര്യ ജീവിതത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാവും. മനക്കോട്ടകൾ കർത്താവ് പടുത്തുയർത്തിയത് മണ്ണിലല്ല, മറിച്ച് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് അവൻ മുടിചൂടാ മനനായി എന്നും വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാട്ടിലും, നമ്മുടെ വീട്ടിലും, നമ്മുടെ ഇടവകയിലും, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ കുടുംബത്തിലും ഒക്കെ പലരും മനക്കോട്ടകൾ പടുത്തുയർത്തുന്നു, പക്ഷേ മണ്ണിൽ അടിഞ്ഞു തീരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ദാരിദ്ര്യം, ലാളിത്യം ഇതൊക്കെ വിലയുള്ളതായി കൽപ്പിച്ചു. അവിടുന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്തവനായി ജനിച്ച ദൈവപുത്രനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാ ദൈവപുത്രനില്ലേ? അവിടുന്ന് സിയോൻ പുത്രി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർത്ത് വിളിക്കുക, ഇതാ നിന്റെ രാജാവ്, വിജയശ്രീലാളിതനായി വരുന്നു എന്ന് പറഞ്ഞ രാജാവ് പിറന്നു വീണിരിക്കുന്നത് കാലിത്തൊഴുത്തിലാണ്. ദാരിദ്ര്യത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ, ലളിത ജീവിതത്തിൻ്റെ ഒക്കെ ഉദാത്ത മാതൃകകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകത്തെ ഉണർത്തുവാൻ വേണ്ടി ഉണ്മയായി മാറിയ ഈശോ മിശിഹ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 20-ാം വചനത്തിൽ ഈശോ പറയുന്നതാണ്. കർത്താവ് അത്രമാത്രം ദരിദ്രനായി അവിടുന്ന് ജനിച്ചു. ജനിക്കുവാനിടമില്ല, കിടക്കുവാനിടമില്ല, തലചായ്ക്കുവാനിടമില്ല. മറ്റുള്ളവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും കഴിഞ്ഞു പോന്നു. സ്വന്തമായി അടുക്കളയില്ല, അത്താഴവും ഇല്ലാത്തവൻ. അതാണല്ലോ യേശു. സ്വന്തമായി ഉടുവസ്ത്രം പോലും ഇല്ലാത്തവൻ, ഉള്ള വസ്ത്രവും ഊരിക്കൊടുത്തവനല്ലേ കർത്താവ്. ഇനി സ്വന്തമായി നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പലരും മരിച്ചപ്പോൾ അടുക്കളയിൽ കുഴിവെട്ടി അടക്കിയ കഥ കിട്ടും. എന്നുവെച്ചാൽ 1 സെന്റ് സ്ഥലമോ അല്ലെ ആ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിനൊരു അടുക്കള പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല കുഴിവെട്ടാനും അടക്കാനും വേണ്ടിയിട്ട്. അന്യനുണ്ടാക്കിയിട്ടിരുന്ന കല്ലറയിൽ അവിടുന്ന് അന്തി ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദരിദ്രനായി ശൂന്യവൽക്കരിച്ച യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിലേക്കാണ് നാം മുന്നേറുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ ദാരിദ്ര്യ ജീവിതത്തെ പുച്ഛിക്കുന്നത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. ക്രിസ്തു യേശുവിൻ്റെ ദാരിദ്ര്യ ജീവിതത്തെ അവഗണിക്കുന്നതും അത് നിസ്സാരമായി കാണുന്നതും ആ ദാരിദ്ര്യ ജീവിതത്തെ പുലുകുവാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതും ഒന്നും ക്രൈസ്തവ ചൈതന്യത്തിന് ചേർന്നതല്ല. ഇന്ന് പല വീടുകളിലും കുട്ടികളെയും, അതിന് കുട്ടികളോ വലിയവരോ ആയിക്കൊള്ളട്ടെ, സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, ദാരിദ്ര്യ ജീവിതം വ്രതമായി എടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊക്കെ പ്രേരണ കൊടുക്കേണ്ട വിശ്വാസികൾ ഇന്ന് പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം എന്താ? ഇന്ന് ക്രൈസ്തവ ലോകം തന്നെ വാസ്തവത്തിൽ വെല്ലുവിളിയെ നേരിടുകയാണ്. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രാതിഭാസത്തിനപ്പുറത്തേക്ക് വിശ്വാസികൾക്കൊന്നും കാണുവാനോ കേൾക്കുവാനോ ചിന്തിക്കുവാനോ പറ്റാത്ത അവസ്ഥയായെന്ന് പറഞ്ഞാൽ അതിൽ വലിയ ദുരന്തം സഭയ്ക്ക് സംഭവിക്കാനുണ്ടോ? സഭ എന്ന് പറയുന്നത് തീർത്ഥാടക സമൂഹമാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗീയ ജെറുസലേമിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ പാത പിഞ്ചെന്ന് പോകുന്ന സഭാഗാത്രമാണ് വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ദാരിദ്ര്യ ജീവിതം തിരഞ്ഞെടുക്കുവാനും ആ ദാരിദ്ര്യ ജീവിതം നയിക്കുവാനും അതിലൂടെ സ്വർഗത്തിൻ്റെ നിദർശനമായി നിലകൊള്ളുവാനും വ്യക്തികൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പണ പാതയിൽ മുന്നോട്ട് നീങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് സംരക്ഷണവും സഹായവും കൊടുക്കേണ്ടവരുണ്ട്. അതിന് പകരം ഈ കാണുന്ന നശ്വരമായൊരു തലത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നോക്കിക്കണ്ടാൽ അതിലാ വലിയ അപകടം എന്താ ഉള്ളത്? ഈശോ പറയുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, സന്യാസ ജീവിതത്തിൽ അഥവാ ദാരിദ്ര്യ ജീവിതത്തിൽ അതിന് വലിയ അർത്ഥമുണ്ട് സഭയുടെ മുൻപിൽ, സുവിശേഷത്തിൽ. അതുകൊണ്ട് ആ അർത്ഥത്തെ നമ്മൾ ചെറുതായി കാണരുത്, അതിൻ്റെ ആഴങ്ങളെ നാം നിസ്സാരമായി കാണരുത്. നമ്മുടെ കർത്താവ് ദാരിദ്ര്യത്തെ സ്നേഹിച്ച വ്യക്തിയാണ്. അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ തലങ്ങൾ വിട്ട് സ്വർഗത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയരുവാൻ തൻ്റെ ലളിത ജീവിതത്തിലൂടെ യേശു വിളിച്ചവനാണ്, പ്രേരിപ്പിച്ചവനാണ്. പാസ്കൽ എന്ന് പറയുന്ന വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ പറയും, ക്രിസ്തു ദാരിദ്ര്യത്തെ സ്നേഹിച്ചതുകൊണ്ട് ഞാനും ദാരിദ്ര്യത്തെ സ്നേഹിക്കും. ക്രിസ്തു ദാരിദ്ര്യത്തെ സ്നേഹിച്ചതുകൊണ്ട്, ക്രിസ്തു ലളിതമായി ജീവിച്ചതുകൊണ്ട്, ക്രിസ്തു സ്വയം ഇല്ലായ്മയായി തീർന്നതുകൊണ്ട് ഞാനും ഈ ജീവിതം ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദാരിദ്ര്യവ്രതം എന്നതിന് ലളിത ജീവിതം എന്നതിനുമൊക്കെ ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. നമ്മൾ അതിനെ അഭിമാനത്തോടെ നോക്കിക്കാണണം. ക്രിസ്തുവിൽ നോക്കാൻ പഠിക്കണം. ക്രിസ്തുവിൽ കാര്യങ്ങളെ വിലയിരുത്തണം. ക്രിസ്തുവിൽ കാര്യങ്ങളെ മുന്നോട്ട് നയിക്കണം. സഭയിലെ ഓരോ വ്യക്തിയും ഇടവക ജനവും കുടുംബവും ഓർക്കേണ്ടതാണ്. കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽ കടന്നു പോകുന്നതല്ല കർത്താവ്. കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിനെ അതിജീവിച്ച് ഈ കാലഘട്ടത്തെ സ്വർഗോന്മുഖമാക്കുവാൻ മനുഷ്യാവതാരം ചെയ്തവനാണ് യേശു. ആ സത്യം നമ്മൾ ഓർക്കണം. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ ആവിഷ്കരിക്കുന്നവരാണ് വാസ്തവത്തിൽ ദാരിദ്ര്യം വ്രതമായി എടുത്ത് ജീവിക്കുന്ന സന്യാസികൾ എന്ന് പറയുന്നത്. അതിന് വിലയും നിലയുമുണ്ട്.
അല്ലെങ്കിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ മതി. വിലയും നിലയും കൽപ്പിക്കാൻ പറ്റാത്തവർക്ക് ക്രിസ്തു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ദാരിദ്ര്യവ്രതത്തിന് ആ അർത്ഥവും ആഴവും കണ്ടെത്താൻ പറ്റാത്തവർക്ക് വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവർ ക്രിസ്തുവിന്റെ നാമത്തിൽ വലുതൊക്കെ ചെയ്യുന്നുണ്ടാവും. ക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ പേരിന് സ്വീകരിച്ചിട്ടുണ്ടാവും, പേരിന് ക്രിസ്ത്യാനിയായിരിക്കും എന്നേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് പറയുകയാണ്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈശോ പറയുന്നത്. അത് വ്രതമായി എടുത്തോ അല്ലാതെ ആയിക്കൊള്ളട്ടെ, ലളിത ജീവിതം, ദാരിദ്ര്യ ജീവിതം, സ്വർഗത്തെ മുന്നിൽ കാണുന്ന ജീവിതം, അതിന് വില കൽപ്പിക്കണം. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈ കാണുന്ന പ്രാപഞ്ചിക തലത്തിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുന്നവർക്കാ ദുരിതം. കാരണം അവിടെ ആത്മാവ് എവിടെ പോവും? അതിന് പറന്നുയരാൻ പറ്റുന്നിരിക്കില്ല. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധ്യമല്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലെ 24-ാം വചനത്തിൽ കർത്താവ് പറയുകയാണ്. വീണ്ടും മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനത്തിൽ ഈശോ പറയും, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തിന്നു മോഷ്ടിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഹൃദയവും. പരമാർത്ഥത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരാണ് ദാരിദ്ര്യവ്രതം എടുത്തവരെന്ന് പറയുന്നത്? സത്യത്തിൽ ഹൃദയം ക്രിസ്തുവിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരാ. കാരണം അവർക്ക് കള്ളനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, നാളത്തെ അവസ്ഥയെക്കുറിച്ച് വിഷമിച്ച് വിഷാദിച്ച് കഴിയേണ്ടയും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, വാകീറിയ തമ്പുരാൻ ഇരയും തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ദൈവത്തിൽ പരമമായി ആശ്രയം വെച്ച് മുന്നേറുക. ദൈവം തരും, ദൈവം തീറ്റിപ്പോറ്റും. ഇസ്രായേൽ ജനത്തിന് കടുത്ത ദാരിദ്ര്യത്തില്, പഞ്ഞത്തില്, കഠിനമായ മരുഭൂമി അനുഭവത്തില് ഇസ്രായേൽ ജനത്തിന് ദൈവം എന്താ കൊടുത്തത്? പാറ പിളർന്ന് വെള്ളം കൊടുത്തു. മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും നൽകി. ഈ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയം വെച്ച്, ദൈവത്തിൽ ശരണം വെച്ച്, എനിക്ക് ഒരു കുറവും വരുത്താതെ എൻ്റെ ദൈവം എന്നെ തോളിലേറ്റി നയിക്കുമെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ദാരിദ്ര്യവ്രതം എടുത്ത വ്യക്തി എന്ന് പറയുന്നത്. ലളിത ജീവിതം എന്ന് പറയുന്നത് അതിനർത്ഥമുണ്ട്. ഭോഷനായ ധനികനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം എന്നും പ്രസക്തമാണ്. ഹേ മനുഷ്യ, നീ ശേഖരിച്ചു വെച്ചതെല്ലാം ആരുടേതാകും? ഈ അടുത്ത നാളിൽ ഞാൻ എൻ്റെ കൃത്യം സ്ഥലം മറന്നുപോയി. അമേരിക്കയിൽ ഒരു വിൽപത്രം എഴുതിയ കഥ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുക. വിൽപത്രം എഴുതി അമ്മ മരിച്ചു, ഏക മകന് വിൽപത്രത്തിൽ അമ്മയ്ക്കുള്ള സ്വത്തിൻ്റെ ഏതാണ്ട് 10% ഏതാണ്ട് ഉള്ളൂ. കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ബാക്കി മുഴുവനും അമ്മ എഴുതി വച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു. അമ്മ ശേഖരിച്ച സ്വത്ത് അത് അമ്മയുടെ വളർത്തു നായ്ക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വിൽപത്രത്തിലെ മുഴുവൻ സ്വത്ത് നീക്കി വെച്ചിരിക്കുക. അതുപോലെ ഈ വളർത്തു നായയെ നോക്കുന്ന ആ സ്ത്രീക്കും വേണ്ടിയിട്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസം! നേടിയെടുത്ത സ്വത്ത്, മകൻ്റെ കാര്യം, പട്ടിയുടെ കാര്യം, എന്തിനൊക്കെ ഇന്ന് വില കൽപ്പിച്ചിരിക്കുക? പട്ടിക്കോ മക്കൾക്കോ? ആർക്കാണിന്ന് മൂല്യമുള്ളത്? ഒരമ്മയുടെ ദുരന്തം, കുഴിമാടത്തിലും സ്വസ്ഥത കിട്ടാതെ അമ്മയ്ക്കെതിരെ, അമ്മയുടെ വിൽപത്രത്തിനെതിരെ മകൻ കേസ് കൊടുത്തിരിക്കുകയാണ്. സമ്പത്ത് കൊണ്ട് നിന്റെ ജീവിതം സന്തോഷമാവില്ല എന്ന് ഈശോ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. സമ്പന്നമാവില്ല. ഭോഷനായ ധനികൻ, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വചനം. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തെ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കുകയും ദിനം പ്രതിയുള്ള മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ ശ്രദ്ധിച്ചാൽ സമ്പത്ത് കയറി സമ്പത്തുണ്ടാക്കി സമ്പത്തിന് പിന്നാലെ പോയ മനുഷ്യരുടെ നിരവധി കഥകളും നിരവധി കുടുംബങ്ങളുടെ ദുരന്തങ്ങളും. സമ്പത്ത് ന്യായമായിട്ട് വേണ്ട എന്നും സമ്പത്തിന് അർത്ഥമില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരിക. പക്ഷേ സമ്പത്തിനെ തിരസ്കരിച്ചിട്ട് അതിലും വലിയ ദാരിദ്ര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിത ദർശനം ക്രിസ്തുവിൻ്റെ ദർശനമാണ്. ആ ദർശനത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രസരിപ്പിലും ആഘോഷത്തിലും ക്രിസ്തു ദർശനമാണ് ശരിയായ ദർശനം. മറ്റെല്ലാം കള്ളന്മാർ മോഷ്ടിക്കുന്നതും ഇവിടം കൊണ്ട് തകരുന്നതുമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എന്ന് ഈശോ പറയുക. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വചനം. ധനവാൻ സ്വർഗരാജ്യത്തിൽ
പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന. അത്രമാത്രം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കാൻ പോണില്ലല്ലോ. ആരൊരു ഉപമയാണ് വാസ്തവത്തിൽ. എങ്കിൽ ധനവാന്റെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനവാന്മാരും സ്വർഗത്തിൽ പോകില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ധനവാൻ സമ്പത്തിനെ മാത്രം മുറുകെ പിടിച്ച് കിടക്കുമ്പോൾ പോകുന്നതാണ്. ഞാൻ പണ്ട് പറഞ്ഞ ഏതോ ഒരു പൊട്ടക്കഥ, ഏതോ ഒരു വയസ്സ് എന്ന കാരണവരോട് എടുത്ത് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞു ഓർക്കുക. ആ സംഭവമൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞതിനൊരു കഥയുണ്ട്. ആ കഥയിലൊരു കഥയുണ്ട്, ഏതൊരു അർത്ഥമുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ഏതോ ഒരു ധനാട്ടിൽ, ആ നാട്ടിൽ ധനാട്ടിനെ കുറിച്ച് പറയുന്ന, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറയുന്ന, അറുത്ത കൈക്ക് ഉപ്പിടില്ലായിരുന്നു എന്നാ പറയുക. എന്നുവെച്ചാൽ ആർക്കും ഒരു ഉപകാരം ചെയ്യില്ലായിരുന്നു. ഇഷ്ടം പോലെ പണമുണ്ടാക്കി, മക്കൾക്കും കൊടുക്കില്ലായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയപ്പോഴേക്ക് ഈ പണവും ഈ സ്വർണവും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം വിഷമിക്കുകയാണ്, മരണം എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു തലയണ ഉണ്ടാക്കി എന്ന് പറയുന്നു. ആ തലയണയിൽ ഇതെല്ലാം ശേഖരിച്ചു വെച്ചു. മക്കളോട് പറഞ്ഞു, മക്കൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. മക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഈ തലയണ എൻ്റെ തലയ്ക്കടിയിൽ വെച്ച് കൊടുക്കണമെന്നും. മക്കളത് വെച്ച് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴോ, ഞാൻ കഥയുടെ കർമ്മം ആദ്യം പറഞ്ഞു, അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ ഈ പണവും സ്വർണവും ഒക്കെ തേടുക, ഒരിടത്തും കാണാനില്ല. അപ്പോഴാണ് അവർ തലയണയുടെ കഥ ഓർത്തത്. അവർ പാതിരാത്രിക്ക് പോയി കുഴി തുറന്നെന്നാണ് പറയുന്നത്. കുഴി തുറന്ന് നോക്കുമ്പോഴോ അപ്പനെ അടക്കിയിരുന്ന പെട്ടി തുറന്ന് നോക്കുമ്പോൾ അപ്പം കമന്ന് കിടപ്പുണ്ടെന്ന്, ഈ തലയണയിൽ വട്ടം പിടിച്ചുകൊണ്ട്. പൊട്ട കഥയാ, യാഥാർത്ഥ്യമൊന്നുമല്ല. പക്ഷെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മരണസമയത്ത് പോലും ഇതിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചനമില്ല എന്നാ പറയുക. മരണസമയത്ത് പോലും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഇതൊക്കെ മറന്നിട്ട് ദൈവത്തെ മുറുകെ പിടിച്ച്, കുരിശിനെ മുറുകെ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധം ഇതാ സമ്പത്ത് പലരെയും ബന്ധിച്ചിരിക്കുന്നു, സമ്പത്ത് പലരെയും ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. ആ സ്ഥാനത്താണ് ഈശോ ദരിദ്രനായി ജനിച്ചത്, ദരിദ്രനായി വളർന്നത്, ദരിദ്രനായി ജീവിച്ചതും, ദാരിദ്ര്യത്തെ സ്നേഹിക്കാൻ പറയുന്നതും. അങ്ങനെ ക്രിസ്തുവിനെ റാഡിക്കലായിട്ട് അനുധാവനം ചെയ്യുന്നവരും അനുഗമിക്കുന്നവരുമാണ് വാസ്തവത്തിൽ സന്യാസികൾ. ആ സന്യാസത്തെ ലോകത്തിൽ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പ്രേരിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ഈ മനക്കോട്ടകൾ കണ്ടിട്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നിങ്ങളാരും പരിഭ്രാന്തപ്പെടേണ്ട കാര്യമില്ല. അഥവാ നമ്മളാരും വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ മനക്കോട്ടകൾ അർജന്റീന ടീമിനെ കുറിച്ച് പത്രക്കാർ എഴുതിയതുപോലെ ഈ ലോകത്തിൻ്റെ മനക്കോട്ടകളെല്ലാം മണ്ണാങ്കട്ട പോലെ തകർന്നു പോവും. മണ്ണാങ്കട്ടയ്ക്ക് എന്തോരം ബലമുണ്ട്, അവർ തട്ട് കൊടുത്താൽ പൊട്ടിപ്പോവും, ഇത്തിരി വെള്ളം വീണാൽ ചീഞ്ഞു പോവും, അലിഞ്ഞു പോവും. ഇത്രയൊക്കെ മണ്ണാങ്കട്ടയ്ക്ക് ഉള്ളൂന്ന്. അപ്പൊ ഈ ലോകം എടുത്ത് കുലുക്കി 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 ഉയർത്തിക്കാട്ടുന്ന ചില മൂല്യങ്ങളുണ്ടല്ലോ, ഈ ലോകം ഉയർത്തിപ്പിടിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ടല്ലോ, അതിനൊന്നും വിലയില്ല. അത് കള്ളന്മാർ മോഷ്ടിക്കും, ചെതലരിക്കും, തകർന്നു പോകും. അതുകൊണ്ട് ഈശോ പറയുകയാണ്, എന്ത്? മക്കളെ, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോൾ വ്രതമെടുത്ത് നമുക്ക് ജീവിതത്തിൽ അഭിമാനിക്കാൻ പറ്റണം. വ്രതമെടുത്ത് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് വിശ്വാസ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും, സഭയിലെ ഓരോ വ്യക്തിക്കും അഭിമാനിക്കുവാനും ആനന്ദിക്കുവാനും അവരെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറയുവാനും പറ്റണം. നമ്മുടെ ഇടവകയിൽ നിന്നും സന്യാസ ജീവിതത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? അവരെ ഓർത്ത് ഇടവക ജനം ആനന്ദിക്കണം. അവരെ കാണുമ്പോൾ ഇടവക ജനത്തിന് അഭിമാനം തോന്നണം. അവരെ കാണുമ്പോൾ ഇടവക ജനത്തിന് അവരെ അനുഗ്രഹിക്കാൻ തോന്നണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നണം. കാരണം അവർ ക്രിസ്തുവിനെ റാഡിക്കലായിട്ട് അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. അതിൻ്റെ വിജയവും പരാജയവും അല്ല അവിടെ നിൽക്കുക, മറിച്ച് അവിടെ നിയോഗമാണ്. ആ നിയോഗത്തിൽ തന്നെ ദൈവകൃപയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, പോവർട്ടി, ദാരിദ്ര്യം, ലാളിത്യം, അതിനൊക്കെ വിലയുണ്ട് ദൈവസന്നിധിയിൽ. സഭയിൽ സുവിശേഷത്തിൽ വിലയുണ്ട്. കർത്താവ് നമ്മെ വിളിക്കുക, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം. ഒട്ടകത്തിൻ്റെ കഥ പറഞ്ഞിട്ട് കർത്താവ് പറയുക, നിങ്ങൾ പോയി നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വചനമാണ്. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ പരമാർത്ഥത്തിൽ എന്താ ഈ ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത്? ഈ ലോകത്തിൻ്റെ കെട്ടുകളും ബന്ധനങ്ങളിൽ നിന്നും മുക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ ബന്ധത്തിൽ ബലപ്പെടുന്നതാണ്, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ ബലപ്പെടുന്നതാണ്, ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്നതാണ്. ഉടുതുണിയില്ലാതെ അവസാനം കഴിഞ്ഞവൻ, സ്വന്തമായി കല്ലറയില്ലാതിരുന്നവൻ, ആ ക്രിസ്തുവിനുള്ള താതാത്മ്യം പ്രാപിക്കലാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികളുടെ അവസ്ഥ അതല്ലേ? അഥവാ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ അതല്ലേ? എത്രമാത്രം ശേഖരിച്ച് വെച്ചാലും
പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുവാൻ? അതുകൊണ്ടല്ലേ ചില മഹാന്മാരും ചില ചക്രവർത്തിമാരും ഒക്കെ മരിച്ചപ്പോൾ എൻ്റെ 2 കരങ്ങളും പുറത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു അടക്കാൻ കൊണ്ടുപോകുമ്പോൾ. പെട്ടിക്കകത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് അടയ്ക്കേണ്ടെന്ന്. എന്താ കാരണം? അലക്സാണ്ടർ ചക്രവർത്തി എന്തോ ആണ് എൻ്റെ ഓർമ്മയിൽ. കാരണം എന്താ? അയാൾ പറയുക, ഞാൻ ഈ രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ചെടുത്തു, ഈ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, ഇതെല്ലാം എനിക്ക് ഉണ്ടായി. പക്ഷേ നോക്കൂ, എൻ്റെ അന്ത്യത്തിൽ ശ്വാസം നിലച്ചപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കയ്യിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത സാധനം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രമാത്രം ദുരന്തത്തിൽ പെടണമോ, ആകുലപ്പെടണമോ, അസ്വസ്ഥത ആകണമോ? അഥവാ സന്യാസത്തിൽ ചേർന്നതിന് ശേഷം, സന്യാസ വ്രതം സ്വീകരിച്ചതിന് ശേഷം ഈ വ്രതത്തെ ഓർത്ത് ദുഃഖിക്കണമോ? എനിക്കൊന്നുമില്ലല്ലോ എന്നോർത്ത് വിചാരിച്ച് വിഷമിക്കണമോ? കർത്താവ് പറയുന്നു, വേണ്ട. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിൽ ഇല്ലികളെ നോക്കുവിൻ. അവയെ തീറ്റിപ്പോറ്റുന്ന ദൈവം നിന്നെയും തീറ്റിപ്പോറ്റും, നിന്റെ കുടുംബത്തെയും തീറ്റിപ്പോറ്റും, നിന്റെ സമൂഹത്തെയും തീറ്റിപ്പോറ്റും. കർത്താവിൽ ആശ്രയം വെക്കുക. ദൈവവചനം എന്താ പറയുന്നത്? കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ച് വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, യേശുവിനെ തീവ്രമായ വിധത്തിൽ ലാളിത്യത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ അനുഗമിക്കാൻ തുനിയുന്ന എല്ലാ സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ദരിദ്രനായി പിറന്ന് ശൂന്യവൽക്കരണത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് കുരിശിൽ ഒന്നുമില്ലാത്തവനായി മരിച്ച് പിതൃകരങ്ങളിൽ ജീവിതം സമർപ്പിച്ച മിശിഹായെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വന്തമായി 6 അടി മണ്ണ് പോലും ഇല്ലാതിരുന്ന ഈശോയെ, അന്യരുടെ കല്ലറയിൽ കിടന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ അനുഗമിക്കട്ടെ. നിൻ്റെ ദാരിദ്ര്യത്തെ, നിൻ്റെ ശൂന്യവൽക്കരണത്തെ, നിൻ്റെ ഇല്ലായ്മയെ, നിൻ്റെ വെറുമിയാക്കലിനെ അത്യധികം സ്നേഹത്തോടും തീവ്രമായ വിശ്വാസത്തോടും കൂടി അനുഗമിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും ഇനിയും ധാരാളം വ്യക്തികളും ധാരാളം വിശ്വാസ സമൂഹങ്ങളും ഉണ്ടാകുവാനിടയാക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും, പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ സന്യാസ സഭകളുടെ മേലും സമർപ്പിതരുടെ മേലും അങ്ങ് ചൊരിയുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അവിടുത്തെ തീവ്രമായ വിധത്തിൽ അനുഗമിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും വേണ്ട ധാരാളം വ്യക്തികളെ ഇനി സഭയിൽ ഉയർത്തണമേ. ദൈവമേ, അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഈ ലോകത്തിൻ്റെ എല്ലാ മനക്കൊട്ടകളിലും കർത്താവെ സ്വർഗത്തിൻ്റെ നിദർശനമായി നിൽക്കുവാൻ സഭയെയും സന്യാസ സമൂഹങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല പിതാക്കന്മാരെ, പ്രവാചകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.